അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഈ തുടർച്ചയിൽ മറ്റൊരു ചരിത്രമാണ് പറയുന്നത്. അത് വളരെ സുന്ദരമായിട്ടുള്ള ചരിത്രം. നമ്മളിപ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രമൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ പിന്നെ ആ ഒരു തുടർച്ചയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ ഇനി ആദം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രങ്ങളോട് പറയുന്നത് എന്താ പറയുന്നത്? വലഖദ് അഹിദിനാ ഇലാ ആദമ മിൻ ഖബൽ ഫനസിയ വലം നജിദ് ലഹു അസ്മ. വലിയൊരു ചരിത്രത്തിലേക്കുള്ള വാതായന തുറന്നു വെക്കുന്നത്. നമുക്കിതിനു മുമ്പ് വന്നു ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം കഹ്ഫിൽ വന്നിട്ടുണ്ടല്ലേ, സുഹൃത്ത് കഹ്ഫിൽ വന്നു, ഇസ്രായേൽ വന്നു അല്ലേ, ഇസ്രായേൽ വന്നു. പക്ഷേ ഇതിവിടെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് ശൈലികളും വിഷയങ്ങളാണ്. സുഹൃത്ത് ബക്കറയിൽ ചരിത്രം വന്നിട്ടുണ്ട്, സൂറത്തുൽ ആറാഫിൽ വന്നിട്ടുണ്ട്, പിന്നെ സൂറത്ത് ഇത് പിന്നെ ഇസ്രായേൽ വന്നു, കഹ്ഫിൽ വന്നു, പിന്നെ താഹയിൽ അല്ലേ, ഇനി സൂറത്ത് സാദിൽ. ഇവിടെ എന്താ അല്ലാഹു പറയുന്നത്? വലഖദ് അഹിദിനാ ഇലാ ആദം. വലഖദ് പറഞ്ഞാൽ വല്ലാഹി ലഖദ്, ഇവിടെ സത്യം സങ്കല്പിക്കപ്പെടണം. വല്ലാഹി ലഖദ്, തീർച്ചയായും, അഹിദിനാ ഇലാ ആദം, അഹിദിനാ നാം വസിയത്തേക്ക് ഉപദേശിച്ചു. അഹിദ എന്ന് പറഞ്ഞെങ്കിൽ അവിടെ ഔസ ഇല, അഹിദിനാ ഇല ആദം, ആദമിലേക്ക് നാം വസിയ്യത്തോതി, ആദമിനോട് കൽപ്പിച്ചു, അങ്ങനെയൊക്കെ അർത്ഥം പറയാം. ആദമിനെ ഉപദേശിച്ചു നോക്കാം. വലഖദ് അഹിദിനാ ഇല ആദം, ആദമിനോട് നാം വസിയ്യത്തോതി, കരാർ ചെയ്തു എന്ന് പറയാം. അഹിദ് കരാറാണ്, കരാർ ചെയ്തു. പക്ഷേ ഈ അഹിദ അതിനുശേഷം ഇല വന്നതുകൊണ്ടാണ് അവിടെ വസിയ്യത്ത് എന്നുള്ള അർത്ഥത്തോടെ നമ്മൾ പറയുന്നത്. ഔസ ഇല. വലഖദ് അഹിദ്നാ ഇലാ ആദം, ആദമിനോട് നാം വസിയ്യത്തോതി. മിൻ ഖബിൽ, മിൻ ഖബിൽ എന്ന് പറഞ്ഞാൽ മുമ്പ്. ഈ മിൻ ഖബിൽ എന്ന് പറഞ്ഞാൽ മുമ്പ് എന്ന് പറഞ്ഞാൽ ഏതിന് മുമ്പ്? ഇവിടെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും ഫിർഔൻ്റെ ഒക്കെ ചരിത്രം പറഞ്ഞില്ലേ, ആ ചരിത്രങ്ങൾക്കൊക്കെ മുമ്പ് ഈ സൂറത്തിൽ മുമ്പ് പറയപ്പെട്ട ചരിത്രങ്ങളുണ്ട്. ആ ചരിത്രങ്ങളുടെയൊക്കെ മുമ്പ് ആദമിലേക്ക് നമ്മളുടെ വസിയ്യത്തുണ്ടായി. ഫനസിയ, ഫ ആ വസിയ്യത്തിനിപ്പുറം നസിയ, നസിയ എന്ന് പറഞ്ഞാൽ എന്താ? നസിയ എന്ന് പറഞ്ഞാൽ മറന്നു, നസിയ മറന്നു. വലം നജിദ് ലഹു അസ്മ. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദമിന് നൽകിയ വസിയ്യത്ത്? ആദം അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നൽകിയ വസിയ്യത്ത്, യാ ആദം ഉസ്കുൻ അൻത വസൗജുകൽ ജന്ന, ആദമേ നീയും നിൻ്റെ ഇണയും സ്വർഗത്തിൽ പാർത്തോ. ഫകുലാ മിൻഹാ റഗദൻ ഹൈസു ശിഅ്തുമ, സ്വർഗത്തിൽ സുഭിക്ഷമായി യഥേഷ്ടം നിങ്ങൾ ആഹരിച്ചു കൊള്ളുക. വലാ തഖ്റബ ഹാദിഹി ഷജറ, വലാ തഖ്റബ ഹാദിഹി ഷജറ, ഈ വൃക്ഷത്തോട് നിങ്ങൾ അടുക്കരുത്. അപ്പോൾ പണ്ഡിതന്മാർ പറയാണ് കുൽ ഹാദിഹി, കുൽ ഹാദിഹി, ഇത് ഭക്ഷിച്ചു കൊള്ളുക. വലാ തഖ്റബ്, എന്താ വലാ തഖ്റബ്? അടുത്തു പോകരുത്. ഹാദിഹി, വലാ തഖ്റബ് ഹാദിഹി, ഇത് ഭക്ഷിച്ചു കൊള്ളുക. വലാ തഖ്റബ് ഹാദിഹി, ഇതിനോട് അടുത്ത് പോകരുത്, ഇതിനോട് അടുത്ത് പോകരുത്. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ കരാർ. സ്വർഗത്തിൽ പാർക്കാൻ പറഞ്ഞു, സ്വർഗത്തിൽ ഭക്ഷിക്കാൻ പറഞ്ഞു. ഭക്ഷിക്കാൻ പറഞ്ഞാൽ എന്താണ്? എന്തെങ്കിലും ഒരു സംഗതിയാ? ഫകുലാ മിൻഹാ റഗദൻ ഹൈസു ശിഅ്തുമ, സ്വർഗം ധന്യമാണ്. അതിൽ ഉദ്ദേശിക്കുന്നത് എന്തോ, എത്ര അളവിൽ എന്തൊക്കെ വേണോ അതൊക്കെ കുലാ മിൻഹ തിന്നോളൂ എന്നാണ്, സ്വർഗത്തിൽ തിന്നോളൂ. വിലക്കപ്പെട്ടത് എന്താ? വലാ തഖ്റബ ഹാദിഹി ഷജറ, അടുക്കരുത് എന്ന് പറഞ്ഞത് ആരോടാണ്? ഒരു വൃക്ഷത്തോടാണ്, ഒരു വൃക്ഷത്തോടാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്ത കരാറ്, അല്ലെങ്കിൽ അള്ളാഹു നൽകിയ വസിയ്യത്ത്. സ്വർഗത്തിൽ യഥേഷ്ടം ഭക്ഷിച്ചു കൊള്ളുക, എന്തൊക്കെ വേണോ എത്ര അളവിൽ വേണോ അത്ര. ഇത് ഹലാലാണ്, ഇത് ഹലാലാണ്. ഇതോ ഹറാമാണ്, വിലക്കപ്പെട്ടതാണ്. ഇത് അനുവദനീയമാണ്, ഇത് വിലക്കപ്പെട്ടതാണ്. തയ്യൽ ഹലാലിന് അളവുണ്ടോ? ഇത്രയെന്ന് ഇല്ല. പിന്നെയോ ഹലാൽ, സ്വർഗം എത്ര വിശാലാണ്, ആ പ്രവിശാലതയിൽ യഥേഷ്ടം, അതാണ്. ഹറാമോ? ആ പ്രവിശാലമായ സ്വർഗത്തിൽ ഹറാമ നിർണിതാണ്. അതെത്ര?
അത് ഒന്ന് മാത്രം വലാ തഖ്റബ ഹാദിഹി ഷജറ, ഈ വൃക്ഷത്തോട് നിങ്ങൾ അടുക്കരുത്, ഇത് മാത്രമേ വിലക്ക്, ബാക്കിയൊക്കെ ഹലാലാണ്. ആ അള്ളാഹിൻ്റെ വസിയത്തുണ്ടല്ലോ, അതിനുള്ള വസിയത്ത്, ആ വസിയത്ത് തന്നെയാണ് എന്നും ലോകരോട്. ഹറാം പരിമിതാണ്. കുൽ തആലൗ അത്ലു മാ ഹറമ അലൈക്കും റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് ഹറാമാക്കിയത് ഞാൻ ഓതിത്തരാമെന്നാണ്. ഓതിയാൽ തീരും എന്ത്? ഹറാം ഞാൻ ഓതിത്തരാം, റബ്ബ് ഹറാമാക്കിയത്. പക്ഷെ ഹലാലാക്കിയത് തീരൂല്ല. കാരണം അത് അഗണ്യമാണ്, അവർണ്ണനീയമാണ്, അനന്തമാണ്, ഇഷ്ടം പോലെയാണ്. അത് നമ്മളെല്ലാം അനുവദനീയമായത് ഈ ഭൗതിക ലോകത്ത് നമുക്ക് ഉണ്ണാൻ, ഉടുക്കാൻ, വാഹനമായിട്ട് ഉപയോഗിക്കാൻ, മറ്റ് ആസ്വാദനങ്ങൾ യഥേഷ്ടം അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചു. അത് എണ്ണിയാൽ തീരൂല. അതുകൊണ്ട് തന്നെ ഹലാലാക്കിയത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം, ഓതിത്തരാം, വരൂ എന്ന് പറഞ്ഞില്ല. പിന്നെയോ ഹറാമാക്കിയത് ഞാൻ ഓതിത്തരാം, വരൂ എന്നാണ് പറഞ്ഞത്. അത് സൂറത്ത് അൻആമിൽ തന്നെ ഒരിടത്ത് പറഞ്ഞ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖദ് ഫസ്സല ലക്കും മാ ഹറമ അലൈക്കും, നിങ്ങൾക്ക് ഹറാമാക്കിയത് ഫസ്സല ലക്കും എന്നാണ്, നിങ്ങൾക്ക് വിശദമാക്കി തന്നിട്ടുണ്ട്. ഹറാം ഇത്ര എന്നുള്ളത് പറഞ്ഞു തന്നിട്ടുണ്ട്, ഇന്നത് എന്ന്. പക്ഷേ ഹലാൽ എന്ത് ചെയ്തു? ഹറാം ഒഴികെ ഉള്ളതൊക്കെയും എന്താണ്? ഹലാലാണ്. അതാണ് ഇവിടെ സ്വർഗത്തിൽ എല്ലാം ഹലാൽ, പിന്നെ ഹറാം നിർദ്ദിഷ്ട. അത് ഇതൊന്ന് മനസ്സിലാക്കൽ അത്യാവശ്യമാണ്. കാരണം എന്താ, ഇപ്പം നമ്മൾ വിശ്വാസികളെ കുറിച്ച് പറയലെന്താ, ഇവൽക്കൊക്കെ ഹറാമാണ്. തിരിയാൻ പാടില്ല, നോക്കാൻ പാടില്ല, ഉടുക്കാൻ പാടില്ല, ഒക്കെ ഹറാം അങ്ങനെ പറയാം. പക്ഷെ നമുക്കങ്ങനെയല്ല. നമ്മുടെ ദീനിൻ്റെ പ്രത്യേകത ഹറാം നിർണീതാണ്. അത് ഇന്നതെന്ന് പറയാൻ പറ്റും. പക്ഷെ അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളത് ഹലാൽ, അതിൻ്റെ ഗണത്രയാണ്, അത് അനന്തമായ ഗണാണ്. അപ്പം അത്തരം ഈ അപവാദം ഇസ്ലാമിനെ കുറിച്ച് പറയുന്നത് തീർത്തും തെറ്റാണ്. ഇവിടെ നോക്കി നിങ്ങൾ, ഈ ആദം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വിഷയത്തിൽ തന്നെ ഇത് തിന്നോളൂ എന്ന് പറയുമ്പോൾ ആ ഇതെത്ര, അത് വിശാലമാണ്. എന്നാൽ ഇതിനോട് അടുക്കരുത് എന്ന് പറഞ്ഞ് അതെന്താ? അത് ഒന്ന് മാത്രമാണ്. പിന്നെ ഇവിടെ വേറൊരു വിഷയം, അള്ളാഹു നൽകിയ ഈ വസീയത്ത് ഉണ്ടല്ലോ, ആ വസീയത്തിൽ ഫകുലൂ മിൻഹ ഹൈസു ശിഅ്തും റഗദ എന്നാണ് തിന്നാൻ പറഞ്ഞു. ഹറാമിൻ്റെ വിഷയം പറഞ്ഞപ്പോൾ എന്താണ്? വല തഖറബ് എന്ന് പറഞ്ഞത്. അത് ഇസ്ലാമിൻ്റെ കണിശതയാണ്. ഹറാമിൻ്റെ വിഷയത്തിൽ ഹറാം ചെയ്യരുത് എന്നല്ല പറഞ്ഞത്, പിന്നെയോ ഹറാമിനോട് അടുക്കരുത് എന്നാണ് പറഞ്ഞത്. ഹറാമിനോട് അടുക്കരുത്, അത് ഇതാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ട് തിൽക ഹുദൂദുല്ലാഹ് ഫലാ തഖറബൂഹ, അള്ളാഹിൻ്റെ ഹുദൂദുകളാണ്, വിധികളാണ്, അതിനോട് അടുക്കരുത്. ചിലയിടത്ത് പറഞ്ഞു തിൽക ഹുദൂദുല്ലാഹ് ഫലാ തഅതദൂഹ, നിങ്ങൾ അതിരുവിടരുത്. അടുക്കരുത് എന്ന് പറഞ്ഞാൽ തിൽക ഹുദൂദുല്ലാഹ് ഉണ്ടല്ലോ, അതെന്താണ്? ഹറാമാണ്. അതിരുവിടരുത് എന്ന് പറഞ്ഞ ഹുദൂദുല്ലാഹ് ഉണ്ടല്ലോ, അതെന്താണ്? ഹലാലാണ്. ഹലാലിൽ അതിരുവിടരുത്. തിൽക ഹുദൂദുല്ലാഹ് ഫലാ തഅതദൂഹ. എന്നാൽ തിൽക ഹുദൂദുല്ലാഹ്, അള്ളാഹിൻ്റെ അതിർവരമ്പുകളുണ്ട്, ഫലാ തഖ്റബൂഹ, അതിനോട് അടുത്ത് പോകരുത് തന്നെ. ഇതിനെക്കുറിച്ചാണ്, ഹറാമിനെ കുറിച്ചാണ്. ഹറാം ചെയ്യരുത് എന്നല്ല, പിന്നെ ഹറാമിനോട് അടുക്കരുത് എന്നാണ്. കാരണം എന്താ? ഹറാമിൻ്റെ പ്രത്യേകത അതാണ്. ആ വാതിൽ തുറന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അതിക്കട് കിടക്കും. അതുകൊണ്ട് അതിനോട് അടുക്കാൻ തന്നെ പോകണ്ടായി എന്നുള്ളതാണ് പിന്നെ നമ്മൾ പഠിപ്പിക്കപ്പെട്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹി സ്വലാത്തു വസ്സലാമയോട് നൽകിയതായ അഹദിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞത്. എന്താണ് ആ അഹദ്, കരാറ്? അത് ഇതാണ്, ഖുൽ ഹാദിഹി വലാ തഖ്റബ് ഹാദിഹി എന്നുള്ളതാണ്. നമ്മൾ ആയത്തിൽ അതിൻ്റെ വിഷയം മനസ്സിലാക്കി.